ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് കിച്ചൺ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിഡിലൻ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നല്ലതാണെന്ന്. ഇത് കണ്ടില്ലേ, മുട്ട ചമ്മന്തി, ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാത്ത ഒരു ഐറ്റം ഉണ്ട്, പച്ചമുളക്, അതുകൂടെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ കൂടി ഒരു ചമ്മന്തി ആക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്ത ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടെ തന്നെ നമ്മുടെ മല്ലിയിലയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം ഇതൊരു ചമ്മന്തി ആക്കി എടുക്കാം. മുട്ടച്ചമ്മന്തി സാധാരണ 2 രീതിക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ 2 മെത്തേഡും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചമ്മന്തി അരച്ചെടുക്കേണ്ടത്. തീരെ വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒതുക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓരോ മുട്ടയും എടുത്തിട്ട് 2 ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ചില സമയത്ത് ചിലവർ ചെയ്യണ സമയത്ത് ഇത് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് നുറുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ആക്കി തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാനും നമുക്കിതുപോലെ ഒന്ന് മുറിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മുട്ട എല്ലാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചമ്മന്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ മുട്ടയുടെ മുകളിലോട്ട് ഈ ചമ്മന്തി കോട്ട് ചെയ്ത് കൊടുക്കണം. ചമ്മന്തി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മുട്ടയുടെ മുകളിലോട്ട് ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കാം. പയ്യൊന്ന് തൊടുമ്പയ്ക്കണം, അതങ്ങനെ അവിടെ ഇരുന്നോളും. കാരണം ചെറിയൊരു നനവോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ, തേങ്ങയൊക്കെ ചേർത്തേക്കണ ചമ്മന്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഒട്ടി അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ മല്ലിയിലയുടെ അളവൊക്കെ നിങ്ങളുടെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ്. നിങ്ങൾക്കത് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കാണിക്കേണ്ടത് അടുത്ത മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ, ആ മുട്ടയുടെ ഉണ്ണിയും കൂടി ആ ചമ്മന്തിയിലോട്ട് ഇട്ടിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ണി ഇരുന്നിരുന്ന ആ ഭാഗത്ത് മാത്രം ചെറിയ രീതിയിൽ ഒരു കവറിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഉണ്ണിയൊക്കെ മിക്സ് ചെയ്ത സമയത്ത് എൻ്റെ ഫോൺ ഓഫായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 സെറ്റാക്കി വെച്ച ശേഷമാണ് ഫോൺ നോക്കിയപ്പോൾ അത് ഓഫായിരിക്കണത് കണ്ടത്. നമ്മളിപ്പോൾ ഇതിൽ ചമ്മന്തി മാത്രം ചേർത്തത് നല്ല ഗ്രീൻ കളറിലും, മറ്റേത് ആ മുട്ടയുടെ ഉണ്ണി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു വൈറ്റ് പോലെ ഇരിക്കണത്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിൽ നിന്ന് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എഗ് വൈറ്റ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇതുപോലെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഓരോ മുട്ടയും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചമ്മന്തിയുള്ള ഭാഗം അടിഭാഗത്തോട്ട് ആയി വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തൊന്ന് നല്ല രീതിയിലൊരു ബ്രൗൺ കളറായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതും കാണാനും ഭംഗിയും അത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ മുട്ട ഓയിലിലോട്ടൊക്കെ ഇടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം.
ഈ മുട്ടയുടെ രണ്ട് സൈഡും നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആക്കിയെടുക്കണം. ഇതിപ്പോൾ നോമ്പിൻ്റെ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.